വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നിങ്ങളെ മെച്ചപ്പെട്ട പുതിയ ഒരിടത്തേക്ക് മാറ്റാൻ പോകുകയാണ് എന്നാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്. നാം നിൽക്കുന്ന ഇടം പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരുവാൻ വിസമ്മതിക്കുന്ന ഒരു സ്ഥാനമായിരിക്കാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് എത്രമാത്രം രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും, അനുഗ്രഹങ്ങൾ വെളിപ്പെടണമെന്ന് നമ്മൾ പിടിവാശി കാണിച്ചാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ദൈവം നമുക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദത്ത പൂർണ്ണതയ്ക്ക് വിധമോ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിധമോ ഉള്ള ഒരനുഗ്രഹം പലപ്പോഴും വെളിപ്പെടണമെന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വിശാലത വെളിപ്പെടുവാൻ തക്കവിധം നിന്റെ ജീവിതം എത്തിച്ചേരേണ്ട കൃത്യമായ സ്ഥാനത്ത് ഞാൻ നിന്നെ പ്ലേസ് ചെയ്യും. വളരെ സന്തോഷത്തോടുകൂടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ജീവിതത്തിന്റെ ആ മാറ്റത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം പറഞ്ഞു തുടങ്ങാം. അതിന് നമുക്ക് നന്ദി പറഞ്ഞ് യാത്ര ആരംഭിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതവും ശക്തമേറിയതുമായ വലിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് കൂടുതലായി അപേക്ഷിച്ച ഒരു കാര്യം ഈ ദിവസങ്ങളിലെ എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവമേ, ഇപ്പോഴുള്ള എൻ്റെ ഒരു ജീവിത നിലവാരം കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഇവിടം കൊണ്ട് ഒതുങ്ങുവാൻ ആഗ്രഹമില്ല. അങ്ങനെ കൂടുതൽ വളർത്തേണമേ. ദൈവത്തിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജുകൾ വെളിപ്പെടുന്ന ഇടത്തേക്ക് എന്നെ കൊണ്ടുപോകണം കർത്താവേ. ഈ ഒരു പ്രാർത്ഥനയുടെ നടുവിൽ ഞാൻ ആയിരിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ ദൂതിന്റെ ശബ്ദം കർത്താവിനോട് ഇടപെട്ടത്. ആ ദൈവിക ആലോചന വെളിപ്പെടുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ദൂത് സത്യത്തിൽ ഒരുങ്ങപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ ഇന്ന് വരെ കണ്ടതിലേക്കും ഏറ്റവും വിശാലവും വലിപ്പമേറിയതുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളാരും തകർന്നു കാണാനോ നമ്മളാരും ജീവിതത്തിൽ രക്ഷപ്പെടാത്ത ഗതികളിൽ കിടന്ന് ഉഴലാനോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചും ആഗ്രഹമില്ല. പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, ദൈവം ഒരു മരത്തെ നടാനോ വളർത്താനോ അനുവദിച്ചാൽ അതിൽ കായ്ക്കുന്ന ഫലകാലം ആരെയും ഒന്ന് നോക്കാൻ പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഫലകാലത്തിന് സമൃദ്ധിയാണ് ദൈവം ആ മരത്തിൻ്റെ മേൽ പോലും പകരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു നദി ഉണ്ടാക്കിയാൽ ആ നദി നിറച്ച് മത്സ്യങ്ങൾ വരണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ഭൂമിയിൽ ആരംഭിക്കപ്പെട്ടാൽ അവൻ പ്രകൃതിക്ക് മേൽ അധിപതിയായി തീരണമെന്നും അവന്റെ ജീവിത കാലഘട്ടത്തിൽ എല്ലാവിധമായിരിക്കുന്ന ജീവിത സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും കുറവുകളൊന്നുമില്ലാതെ കൃത്യമാവിധം അറേഞ്ച് ചെയ്യപ്പെടണമെന്നതും ദൈവത്തിനൊരാളെ കുറിച്ചുള്ള സ്വപ്നവും ആഗ്രഹവുമാണ്. ദൈവം തന്നെ മനസ്സൊരു മനുഷ്യന് മേൽ പ്രസാദിക്കുമാറാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളായി കാണുന്ന ഭൗതിക നേട്ടങ്ങളും ആത്മീക സന്തോഷങ്ങളും ഒരേപോലെ കർത്താവ് തുറന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശാലത പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് ദൈവത്തിന്റെ ബ്ലെസ്സിങ് വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ആ സമയത്തോടെല്ലാം അനുബന്ധമായിട്ട് ഒരു സ്ഥലത്തുനിന്നും മറ്റൊന്നിലേക്ക് ദൈവം എങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ ചേഞ്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ചേഞ്ചുകളെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ പ്രോസ്പിരിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു. നമ്മളുടെ ആ ഒരു വളർച്ച, ഉന്നത അനുഗ്രഹങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര അത് കൃത്യമാം വിധം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ എന്നും ഒരേ അവസ്ഥയിൽ ഇരിക്കാതെ അനുദിനം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിന് ശേഷം മറ്റൊന്നിലേക്ക് ദൈവം നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിന്റെ അകത്ത് കർത്താവ് തരുന്ന വളർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ചെറിയ വഴിയരികിലെ കുഞ്ഞു കച്ചവടവുമായിട്ട് നിങ്ങൾ ഇന്നും ഇരിക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്പായെന്ന് പറയാൻ കഴിയുമോ? പറ്റത്തില്ല. അത് ഡെവലപ്പായി കഴിയുമ്പോൾ കടയുടെ രൂപവും ഭാവവും മാറണം, അതിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. അന്നേരം നിങ്ങൾ കൂടുതൽ സ്റ്റാഫിനെ വെക്കും, മറ്റൊന്നിലേക്ക് കൂടെ നിങ്ങൾ അതിൻ്റെ വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ആക്കും. ഇവിടെ അത് സക്സസ് ആയി കഴിയുമ്പോൾ അടുത്ത സംസ്ഥാനത്തേക്ക് പോകും, അവിടെ സക്സസ് ആയി കഴിയുമ്പോൾ അടുത്ത രാജ്യം പിടിക്കും. ഇങ്ങനെ അതൊരു വേൾഡ് മാർക്കറ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത് പോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശാലമായ അനുഗ്രഹങ്ങൾ ഓപ്പൺ ആയി വരുന്നത്. ഒരു ചെറിയ പ്രദേശത്ത് നിന്നും ആരംഭിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിലുള്ള പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന ജീവിതം, അത് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളാൽ അത് പൂത്തൊലിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നീട് ആ പ്രാർത്ഥനകൾ ഡെവലപ്പ്
ഡെവലപ്പായി വരുന്നതോടുകൂടെ നന്ദി അർപ്പിക്കുന്ന ഹൃദയം അതിനകത്ത് വിശാലമായ ദൈവസന്നിധിയിൽ ആരാധനയും താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് ലഭിച്ചതിനൊക്കെ സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ വരവങ്ങ് കൂടും. കൂടി അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഏരിയകൾ കൊണ്ട് ഒതുങ്ങാതെ അതിനെക്കുറിച്ചുള്ളതായ മറ്റുള്ളവരുടെ എല്ലാം കാഴ്ചപ്പാടുകളെ അട്ടിമറിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതമോ സംവിധാനമോ അടുത്ത തലത്തിലേക്ക് ഡെവലപ്ഡ് ആവും. നിങ്ങളെക്കുറിച്ചുള്ള അനേകരുടെ കാഴ്ചപ്പാടുകൾ തെറ്റിപ്പോകുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ചിന്തകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആർക്കും ഇതുവരെ മനസ്സിൽ പ്രതീക്ഷിപ്പാൻ പറ്റാത്ത പോലെയുള്ള ഒരു ഭയങ്കര നന്മയ്ക്ക് നിങ്ങളെ അവകാശികളാക്കാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവായ യേശുവിലൂടെ നിങ്ങൾക്കത് ലഭിക്കാൻ പോകുകയാണ്. നമ്മുടെ യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ് മക്കളെ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്കൊരു വഴി തുറക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഒരുപാട് പേർ കാണാനുണ്ടായിരുന്നു. അതിലൊരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മകളുടെ തലയിലോട്ട് കൈ വെക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എനിക്കേറെ പ്രസാദമുള്ളവൾ. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, യേശു പറയുന്നുണ്ട് നിങ്ങളെ ഒരുപാട് കർത്താവിൻ്റെ പ്രസാദമുള്ള ഒരാളാണെന്ന്. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ഇവളുടെ ജീവിതം ഇന്നും ഒരുപാട് ബദ്ധപ്പാടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും എങ്ങനെ മറികടക്കുമെന്ന് അറിയാത്ത കുറെ അഗ്നി പരീക്ഷകളുടെ നടുവിലൂടെ ഇവൾ ചെല്ലുമ്പോഴൊക്കെയും ഇവളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ഇവളുടെ ലൈഫിൽ ആ ലാസ്റ്റ് മൊമെന്റിൽ വരും. ഞാൻ ചോദിച്ചപ്പോൾ ആ ചേച്ചി കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അതേ പാസ്റ്റർ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മനസ്സൊലിഞ്ഞു പോകുന്ന ആ വല്ലാത്ത സാഹചര്യങ്ങളെ ഞാൻ നേരിടുമ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ ഇത് നടക്കുമെന്ന്, പക്ഷെ എവിടുന്നെങ്കിലുമൊക്കെ നടക്കും. ഈ നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അനുഗ്രഹിക്കുന്ന ഈ കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്ന ജീവിതത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ലക്ഷ്യബോധത്തോടുകൂടെ വളർത്താൻ, വിശാല അനുഗ്രഹത്തിൻ്റെ അവകാശങ്ങൾ അതിൽ നൽകിത്തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ വീടൊരു സമാധാന വേദിയാകുന്ന, അതിലെ ബന്ധങ്ങളെല്ലാം പരസ്പരം സ്നേഹത്താൽ തിങ്ങി നിറയപ്പെട്ടതായി, അനുഗ്രഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും നന്ദികളുടെയും ആരാധനയുടെയും പങ്കുവെക്കലിൻ്റെയും എല്ലാം ഒരു ആഘോഷവേദിയായി നിങ്ങളുടെ വീട് മാറുന്ന ആ ഒരു സുദിനത്തിലേക്ക് ദൈവം നിങ്ങളുടെ ഭവനത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇന്ന് അതിനകത്ത് കലഹമാണ് കയറി നിൽക്കുന്നെങ്കിൽ കലഹിക്കുന്ന വീടുകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു പറയുന്നു, നിന്റെ കലഹമിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സമാധാനം അധികാരത്തോടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. അത് വരാൻ പോകുകയാണ്. കേൾക്കൂ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റും. ഇത് കേൾക്കുമ്പം നിങ്ങളുടെ താമസ സ്ഥലം അടക്കമുള്ള കാര്യങ്ങൾക്കകത്തൊരു മാറ്റത്തിന് നേരമാകുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും വിശാലമായ മറ്റൊന്നിലേക്ക് ഇറങ്ങാൻ, ഇത്രയും കാലം പലർക്ക് വേണ്ടിയും വർക്ക് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം സംരംഭവുമായിട്ട് മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു ധൈര്യം, ഇന്നിവരെ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരുന്നവർ ഒരു പുരോഗതി കാണാതെ കിടന്നിടത്തു നിന്നും ദൈവം ദർശനം നൽകിയൊരു സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കാലെടുത്ത് വെക്കുമ്പോൾ അനുകൂലമായി ഒരുക്കപ്പെടുന്ന സാഹചര്യങ്ങളുടെ ആ സന്തോഷകരമായ ക്രമീകരണം കണ്ട് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു പുതിയ അനുഭവം, ഇതെല്ലാം ജീവിതത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മണിക്കൂറുകളിൽ ഒരുങ്ങി വരാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പരിധിക്കതീതമായി വലിയ വലിപ്പത്തിൽ വലിയ ശക്തിയിൽ അത് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം വെളിപ്പെടുന്ന സ്ഥലത്തേക്ക് ദൈവം നമ്മളെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അനുഗ്രഹം വെളിപ്പെടുന്നിടത്ത് നീ കാണപ്പെടണം, എങ്കിലേ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഒന്നുകൂടെ, അനുഗ്രഹം വെളിപ്പെടുന്ന ഇടത്ത് നിങ്ങൾ കാണപ്പെടണം, എങ്കിലേ നിങ്ങളുടെ മേലെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. എനിക്ക് മത്സ്യത്തിന് സമൃദ്ധി വേണമെങ്കിൽ ഞാൻ മരുഭൂമിയിൽ പോയിട്ട് കാര്യമില്ല, ഞാൻ കടലിൽ വലയമായിട്ട് പോകണം, അല്ലേ? എനിക്ക് ഈന്തപ്പഴങ്ങൾ വേണമെങ്കിൽ ഞാൻ നടുക്കടലിൽ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോകേണ്ടത് മരുഭൂമിയിലേക്കാണ്. അങ്ങനെ നമ്മുടെ ജീവിതം, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ നല്ല മഞ്ഞും നീലക്കുറിഞ്ഞ് പൂക്കുന്നതും കാണണമെങ്കിൽ നമ്മൾ വാഹനം എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിനല്ല പോകേണ്ടത്, നമ്മൾ മൂന്നാറിനാണ് പോകേണ്ടത്. അവിടെയാണ് അതുള്ളത്. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് തലത്തിൽ എങ്ങനെ വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിന് തത്തുല്യമായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്കൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തോടു കൂടെയാണ് ദൈവം അതിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശക്തമായൊരു പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ടേക്ക് ഒരു മാറ്റത്തിന് തയ്യാറാവുക. കഴിഞ്ഞ കുറേ നാളുകൾക്ക് പുറകിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഈ ഒരു മധ്യ തിരുവിതാംകൂറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ഈ പത്തനംതിട്ട തിരുവല്ല ഏരിയയിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ അത് സ്വാഭാവികമായിട്ടും കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അയാൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വലിയ വളർച്ചയൊന്നും വരുന്നത്, മനുഷ്യർക്ക് ഒത്തിരി സേവനം ആവശ്യമായിരിക്കുന്ന, ഒരുപാട് ഗുണം ആവശ്യമായിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് തൻ്റെ കയ്യിലുള്ളത്. ഇതുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ഈ മനുഷ്യനോട്, ഇതിവിടെ അല്ല ഇത് വർക്ക് ചെയ്യപ്പെടേണ്ടത്, ഇതുമായിട്ട് നേരെ പോകും, എറണാകുളത്തേക്ക് പോകോളാൻ പറഞ്ഞു, അവിടെ നിന്ന് നീ ബോംബെ ചെല്ലുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഈ രണ്ട് ഡയറക്ഷൻസ് ആ മനുഷ്യൻ്റെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കി. എറണാകുളവും
ലണ്ടനും തുടർന്ന് ബോംബെയും, ഈ 2 സ്ഥലങ്ങൾ, 2 വാണിജ്യ നഗരങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. ദൈവത്തിൻ്റെ കൃപയാൽ അത് വളർന്ന് പന്തലിക്കുവാനും നല്ലൊരു ടേൺ ഓവറിലേക്കൊക്കെ അത് വളരുന്ന കാഴ്ച കാണാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. നിന്റെ ജീവിതത്തിനകത്ത് എങ്ങനെ ദൈവം നിന്നെ വളർത്തുമെന്നുള്ളതിനെ കുറിച്ച് കർത്താവിന് കൃത്യമായിരിക്കുന്ന ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അനുഗ്രഹങ്ങൾ നിങ്ങളിരിക്കുന്നിടത്തേക്ക് പലപ്പോഴും താണിറങ്ങി വരില്ല. അതുള്ളിടത്തേക്ക് നിങ്ങളെ അത് വിളിക്കും. അപ്പോൾ കയറി ചെല്ലാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അനുഗ്രഹങ്ങൾ നമ്മളുള്ളിടത്തേക്ക് പലപ്പോഴും താണിറങ്ങി വരില്ല. പക്ഷെ അത് നിൽക്കുന്ന ഉയരത്തിലേക്ക് നമ്മളെ അത് വിളിക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലാൻ തയ്യാറാകണം. പലപ്പോഴും നമ്മളായിരിക്കുന്നിടത്തേക്ക് കേവലം ആ ഒരു ചെറിയ പരിതസ്ഥിതിയിലേക്ക് വലിയ അനുഗ്രഹങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നോ, അവിടേക്കല്ല അത് വരുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 12-ാം അധ്യായം ഉൽപ്പത്തി 12-ന്റെ 1-ാമത്തെ വചനം, നീ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അവിടെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. തുടർന്ന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം അവിടെ നിന്ന് നൽകുന്നുണ്ട്. 7 വലിയ ബ്ലെസ്സിങ്ങുകൾ കർത്താവ് നൽകുന്നുണ്ട്. നോക്കൂ, നിൽക്കുന്ന സ്ഥലത്ത് പറ്റത്തില്ല, ഇല്ല, നിങ്ങളുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃത്യമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത്. ദൈവം ആ ഒരു യാത്രയ്ക്ക് മുമ്പ് ഒരു മനുഷ്യനെ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിൻ്റെ പുരോഗതിക്ക് തൊട്ട് മുൻപുള്ളതായ ദൈവത്തിൻ്റെ ക്രമീകരണ നേരത്തിലാണ് നിങ്ങളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. 2-ാമത്തെ കാര്യം, നിങ്ങളതിന് തയ്യാറാകുമ്പോൾ നിങ്ങൾ ചെന്നെത്താനുള്ള സ്ഥലം ദൈവം ക്രമീകരിക്കും. നിങ്ങൾക്കൊരു സ്ഥലം ഒരുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു രാജ്യമാകാം, അനുഗ്രഹിക്കപ്പെട്ട കമ്പനിയാകാം, പുതിയൊരു ദേശമാകാം, ദൈവത്തിന് ആത്മാവ് ഒരുക്കുന്ന പുതിയ മിനിസ്ട്രി ആകാം. ദൈവത്തിൻ്റെ ആത്മാവിൽ വളരെ ശക്തിയോടും സന്തോഷത്തോടും കൂടെ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയൊരു ദേശം നിങ്ങളുടെ മുമ്പിൽ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ കാര്യം, എപ്പോഴവിടെ ചെന്ന് കയറണം, ആ സമയവും ദൈവമാണ് ക്രമീകരിക്കുന്നത്. മോശ ഒഴുകി ചെല്ലുന്ന നേരവും ഫറവോന്റെ പുത്രി കുളിക്കാൻ ഇറങ്ങി വരുന്ന സമയവും ഒന്നായതുകൊണ്ടാണ് അധികാരത്തിന് മോതിരം വിട്ട കൈകളാൽ അവൾ ആ കുഞ്ഞിനെ വലിച്ചെടുത്ത് കയറ്റിയത്. സത്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോശയെ വലിച്ചെടുത്തിയത് ഫറവോന്റെ പുത്രിയല്ല, അവളുടെ കൈകളിലൂടെ ദൈവമാണ് അവനെ വലിച്ച കൊട്ടാരത്തിലേക്ക് കയറ്റിയത്. ഒഴുകുന്ന ജീവിതത്തിന്റെ ഗതിയില്ലാത്ത ഓളപ്പരപ്പുകൾക്കിടയിൽ നിന്നും, മുങ്ങിത്താണ് പോകുമോ എന്നുള്ളത് പ്രതീക്ഷയറ്റ ഒരു യാത്രക്കിടയിൽ നിന്നും നിനക്ക് വേണ്ടി ധൈര്യം നൽകുന്ന ഒരു കരവേഗത്തിൽ ദൈവത്തിന്റെ കൈ ചിലരിലൂടെ നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടും. അത് നീട്ടപ്പെടുന്ന ഒരു പ്രത്യേക ടൈമിലാണ്. ദൈവം നിങ്ങളെ ഒരുക്കും, നിങ്ങൾക്ക് വേണ്ടി ദേശത്തെ ഒരുക്കും, അല്ലെങ്കിൽ സ്ഥലത്തെ ഒരുക്കും. 2, അതിലേക്കുള്ള സമയവും ദൈവം ഒരുക്കും. ഈ 3 കാര്യങ്ങൾ സമ്മേളിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വെളിപ്പെടുന്നത്. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. 1, ദൈവം നിങ്ങളെ സജ്ജമാക്കും. 2, നിങ്ങൾക്കൊരു സ്ഥലം ദൈവം സജ്ജമാക്കും. 3, അതിൻ്റെ സമയം ദൈവം സജ്ജമാക്കും. ഈ വ്യക്തിയും സ്ഥലവും സമയവും ഒരുപോലെ സജ്ജമാകുമ്പോൾ ഈ 3 കാര്യങ്ങളാൽ വിശാലപ്പെട്ട് വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ അളക്കാൻ കഴിയാത്ത മഹാ അനുഗ്രഹം. ഞാനിത് ഭൗതിക ലോകത്തൊരു മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന ആത്മീയ വിജയത്തിൻ്റെയും ഭൗതിക നന്മയുടെയും കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഈ ലോകത്ത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നല്ല കാലം കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരിക തന്നെ ചെയ്യും. ഇത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കൺട്രോളിങ് നടത്തുന്ന ഒരു നേരമാകയാൽ ആ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഇനി അധിക ദൂരമില്ല. അതുകൊണ്ട് നമുക്ക് നേരമായി, നമുക്ക് മുന്നോട്ട് പോകാൻ സമയമായി, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അതിനായി നമ്മളെ സമയം സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവവുമായുള്ള ഒരു ബന്ധം, ആ കൃത്യമായിരിക്കുന്ന കൊയിനോനിയ നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൈറോസിനകത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവത്തിൻ്റെ കൈറോസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ള നമ്മുടെ സമയമല്ല. സ്ഥലം, വ്യക്തി, സമയം, ഈ 3 കാര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്ന ദൈവത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ഒരു മനുഷ്യനെ വലുതാക്കാനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് കൈറോസ്. നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയാലും മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൈറോസ് എല്ലാ കാര്യങ്ങളുടെയും അറേഞ്ച്മെൻറ്റുകൾ ഒന്നുചേരുന്നൊരു നേരമാണ്. അതിനകത്തേക്ക് നാം കയറുമ്പോൾ കാര്യങ്ങൾ നടക്കും. അതിനകത്തേക്ക് കയറണമെങ്കിൽ അതിനു മുൻപായി നാം കയറേണ്ടത് ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്കാണ്, ദൈവവുമായുള്ള കൊയിനോനിയയിലേക്കാണ്. ഞാൻ എപ്പോഴും പറയും, കൊയിനോനിയക്കകത്താണ് കൈറോസ് ഓപ്പൺ ആകുന്നത്. അവൻ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിനകത്ത് ഫെലോഷിപ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫ്ലറിഷ്ഡ് ആകുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഒരു സന്തോഷകരമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നല്ല ഫ്യൂച്ചർ ദൈവം ജീവിതത്തിന് മുമ്പിൽ ഒരുക്കുകയാണ്. ആമേൻ. ദൈവം നിനയിപ്പിക്കുന്ന മിഷനിലൂടെ ഈ ദിനങ്ങളിൽ ഒരു ചുവട് വെക്കാൻ നിങ്ങളൊന്ന് തയ്യാറായാട്ടെ. നമുക്കതുകൊണ്ട് ദൈവം മുമ്പിൽ ഒരു വലിയ നല്ല കാലത്തിൻ്റെ സന്തോഷം തുറക്കുന്ന നേരമാകയാൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കതിലേക്ക് കിടക്കാം.
പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ പൊന്നുമക്കളെ. ഞങ്ങളുടെ ദൈവമേ, ആരാധ്യനായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കേട്ട ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതിൻ്റെ നടുവിൽ അടങ്ങാനും ഞങ്ങളുടെ ജീവിതത്തിൽ കാണാനും കഴിയാതിരുന്ന വലിയ സന്തോഷങ്ങൾ പലതും തുറക്കപ്പെടാനുള്ള നാഴികയും നേരവുമായി എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ നടുവിൽ വലിയ സാമ്പത്തിക അനുഗ്രഹങ്ങൾ, ഭയങ്കരമായിരിക്കുന്ന വിജയങ്ങൾ, ഒത്തിരി സന്തോഷങ്ങൾ, ഇതെല്ലാം ദൈവം തുറക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഒരു മഹാ അനുഗ്രഹത്തിലേക്ക് ദൈവം ഞങ്ങളെ കരം പിടിച്ച് കയറ്റുന്ന വലിയ നാഴിക വന്നിരിക്കുകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പൊന്നോമന മക്കളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഇവർക്കൊരു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ജോലിപരമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ശുശ്രൂഷപരമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ഫിനാൻഷ്യലി ബ്ലെസ്ഡ് ആകട്ടെ, ഫാമിലി ലൈഫിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഫിസിക്കലി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ദൈവികമായ എല്ലാ നന്മകളും വാഴ്വുകളും തുറന്നു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ചൻ പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു. നിങ്ങളെ ഞങ്ങൾ സന്തോഷത്തോടെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, കടന്നു വരൂ. ദൈവിക കൃപകൾ ധാരാളമായിട്ട് അനുഭവിക്കൂ. കൂടാതെ ഈ ചാനൽ ആദ്യം കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും മറക്കരുത്. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും സഹവാസവും കാവലും നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.